അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർശയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പാർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ എല്ലായ്പ്പോഴും ഞങ്ങളോട് സംസാരിക്കുന്നവനും ഞങ്ങളുടെ സമീപത്തേക്ക് വരുന്നവനും ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവനുമായ വചനമായ ദൈവമേ, നിൻ്റെ വചനം ഞങ്ങളുടെ അണ്ണാക്കിന് എത്ര മധുരം! ആ മധുരവചനം ഞങ്ങളെ കൂടുതൽ ജീവിതത്തിന് മധുരമുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളുടെ വചന കേൾവി മുഖാന്തരമായി ഭവിക്കണമേ. ബലഹീനനായ അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങയ്ക്ക് സ്വീകാര്യവും പ്രസാദകരവുമായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 131 മാരാമൺ മഹായോഗത്തിൻ്റെ ആദ്യ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട തിരുമേനിമാരെയും അച്ഛന്മാരെയും സുവിശേഷകരെയും സേവനിമാരെയും ഗായക സംഘത്തിൻ്റെ അംഗങ്ങൾ, പന്തലിന് ഉള്ളിലിരിക്കുന്നവർ, വെളിയിലിരിക്കുന്നവർ, ഇരിക്കുന്നവർ, നിൽക്കുന്നവർ, നടക്കുന്നവർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ ആണ്ടിലൊരിക്കൽ ഓരോ പള്ളികളിൽ, സെൻറ്ററുകളിൽ, ഭദ്രാസനങ്ങളിൽ, അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന വണ്ണം ഈ മഹായോഗമായി ചേർന്ന് ഈ വചന കൂടാരത്തിൽ 8 ദിവസം ഇരുന്ന് വചനം കേൾക്കുന്നു? അതിൻ്റെ ഉത്തരം ലളിതമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. വേർഡ് പ്യൂരിഫൈസ്. നമുക്കെല്ലാവർക്കും ഒരു ശുദ്ധീകരണം എപ്പോഴും ആവശ്യമാണ്. നാം ജീവിക്കുന്ന ഈ ലോകം പാപപങ്കിലമായൊരു ലോകമാണ്. ഒരുപാട് പരീക്ഷകളും പരീക്ഷണങ്ങളും ഉള്ള ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ പാപത്താലുള്ള കളങ്കം നമ്മളിൽ ധാരാളം ന്യായമായിട്ടും ഉണ്ടാകും. അങ്ങനെ നമ്മളിലുള്ള ഈ പാപ അണുക്കളെ കൃപയുടെ അണുക്കൾ കൊണ്ട് നമുക്ക് ശുദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ഒരു ശുദ്ധിയുള്ള ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ആർക്കും സാധ്യമാകുകയുള്ളൂ.
അത്തരത്തിൽ ഇതൊരു ഇമ്മ്യൂണോ തെറാപ്പിയാണ്. നമ്മുടെ റെസിസ്റ്റിംഗ് പവർ വളരെ കൂടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മൂല്യങ്ങളുടെ, ധാർമ്മികതയുടെ ബലം ശക്തിപ്പെട്ട് നമുക്ക് നല്ല മനുഷ്യരായി തീരണം. ഈ ലോകത്തിൽ നിറഞ്ഞ് ഭക്തന്മാരുണ്ടാകാം, പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം നമ്മൾ മനുഷ്യരാകുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ സംഘർഷവും ഏറ്റവും വലിയ വെല്ലുവിളിയും മനുഷ്യനാകുക എന്നുള്ളതാണ്. മനുഷ്യനല്ലാത്തത് ഒരുപാടാകാം. അപ്പോൾ ഒരു മനുഷ്യനായി ലോകത്തിൽ പിറക്കുന്ന നമ്മൾ ഒരു നല്ല മനുഷ്യനായി ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിനുള്ള പരിശ്രമമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അതുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ലോകത്തിൽ ജീവിച്ച് നന്മ പ്രവർത്തിച്ച് നന്മ സുവിശേഷിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രയായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ സാക്ഷാൽ മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയിലാണ് നമുക്കെല്ലാവർക്കും. ഈ യാത്രയിൽ നമ്മുടെ ആത്മീയ ആഹാരം എന്ന് പറയുന്നത് വിശുദ്ധ വചനമാണ്. അതുകൊണ്ട് ആ വചനത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥനയോടും തുറന്ന മനസ്സോടും കൂടെ ഇരുന്ന് നമ്മളെയൊക്കെ ഈ ലോകത്തിലേക്ക് വലിച്ച് അടുപ്പിക്കുന്ന വലിയ പരീക്ഷകളും പ്രലോഭനങ്ങളെയും ജീവിക്കുന്ന, അതിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന പാവാണുക്കളെ നമുക്ക് വിജയം അതിൻ്റെ മേൽ വരിക്കുന്നതിന് ഉള്ള ദൈവകൃപയുടെ ഒരു പുതിയ ശക്തി, ഈ പുതിയ ഒരു രക്ഷയുടെ അനുഭവം, കൃപയുടെ അണുക്കൾ നമ്മളിൽ പെരുകുന്നതിനിടെയാണ്. കൃപമേൽ കൃപ പെരുകുന്നതിന് ഇടയാണ്. അതിന് നമ്മുടെ ഈ നാളുകളിലെ നമ്മുടെ ജീവിതവും അന്വേഷണങ്ങളും ഇവിടെയുള്ള എല്ലാ നാളുകളും മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെറിയ 1-2 കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള, നമുക്ക് വലിയ ഹൃദ്യമായി തോന്നുന്ന വേദഭാഗമാണല്ലോ ശമരിയാക്കാരൻ്റെ ഈ കഥ. നമ്മളതിനെ നല്ല ശമരിയാക്കാരൻ എന്ന് ആണ് വിളിക്കുന്നത്. നല്ല ശമരിയാക്കാരൻ എന്നുള്ള ആ ആഡ്ജക്റ്റീവ് ആ ശമരിയാക്കാരൻ ചോദിച്ചു വാങ്ങിയതല്ല, നമ്മൾ അദ്ദേഹത്തിന് ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അവസാനത്തിൽ നല്ല മനുഷ്യൻ, നല്ല സാറ്, നല്ല ഡോക്ടർ, നല്ല അധ്യാപകൻ, നല്ല ഗായക സംഘത്തിൻ്റെ അംഗങ്ങൾ എന്നുള്ള ഈ ആഡ്ജക്റ്റീവ് നല്ലത് എന്ന് കേൾപ്പിച്ച് നമുക്ക് മടങ്ങണം. അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? അപ്പോൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന സ്ത്രീരത്നങ്ങൾ, ആ ദേശത്തെ ഒരു നല്ല സ്ത്രീയാണ്. പക്ഷേ നാട്ടുകാർ പറയണം നല്ല അമ്മ, നല്ല ആൻറ്റി. ഇത് പറയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പറയാതെ പോകുന്നതെല്ലാം നമ്മൾ സാധാരണ മനുഷ്യരെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ഈ നാമവിശേഷണം നമുക്കെല്ലാവർക്കും നേടിയെടുക്കുന്നതിന് നമ്മളുടെ ഇങ്ങനെയുള്ള കൂടിവരവുകൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഫ്രഞ്ച് തത്വചിന്തകനായ ഇമ്മാനുവേൽ ലെവിനാസ് ഒരു ക്രിസ്തീയ ദർശനങ്ങൾക്ക് നല്ല അടിത്തറ പാകിയ വലിയ തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്ന ലളിതമായ സുന്ദരമായൊരു വാക്ക്, എത്തിക്സ് ഈസ് ഒപ്റ്റിക്സ്. ധർമ്മശാസ്ത്രം ദർശനശാസ്ത്രമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നോക്കുക എന്നതിന്, ടു ലുക്ക്, നോക്കുക എന്നതിന് 2 അർത്ഥമുണ്ട്. സാധാരണ നോട്ടം, അൻ ആവറേജ് ഓർഡിനറി ലുക്ക്. 2 ധാർമ്മിക നോട്ടം, എത്തിക്കൽ ലുക്ക്. സാധാരണ നോട്ടം ഞാൻ കേന്ദ്രീകൃതമായ നോട്ടമാണ്, സെൽഫ് സെൻറ്റേഡ് നോട്ടം. ഇതൊന്നും പുതിയ കാര്യമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരാശയം നമുക്ക് ഒരുമിച്ച് ആലോചിക്കുന്നതിന് പറയുന്നതെന്ന് മാത്രം. അപ്പോൾ ഈ ഞാൻ കേന്ദ്രീകൃതമായ നോട്ടത്തിൻ്റെ, അതിൽ മറ്റൊരാളെ നമ്മുടെ മുൻധാരണകളനുസരിച്ച് വർഗീകരിച്ച് വിഭജിച്ച്
അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് അയാളുടെ ആളത്വത്തെ ആവോളം ചുരുക്കി കേവലം ഒരു വസ്തുവായി, മിയർലി ആൻ ഓബ്ജക്റ്റ്, ദി അതർ ക്യാൻ ബി ആൻ ഓബ്ജക്റ്റ്, നമുക്ക് വസ്തുവായി കാണാം. എന്നാൽ ധാർമ്മിക നോട്ടം അപരകേന്ദ്രീകൃതമായ അതർ സെൻറ്റേഡ് ആയിട്ടുള്ള നോട്ടമാണ്. ഈ നോട്ടത്തിൽ മറ്റൊരാളെ ഓബ്ജക്റ്റായിട്ടല്ല, വസ്തുവായിട്ടല്ല കാണുന്നത്, മറിച്ച് സബ്ജക്റ്റായിട്ടാണ് കാണുന്നത്, വ്യക്തിയായിട്ട്, ബീയിങ് ആയിട്ടാണ് കാണുന്നത്. അയാളുടെ സുഖദുഃഖ സന്തോഷ സങ്കടങ്ങളോട് ആകമാനമായി കാണുന്നു, ഇൻ ടോട്ടാലിറ്റി. ഒരാളിനെ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ നന്മകളും തിന്മകളും ആരോഗ്യവും അനാരോഗ്യവും സൗന്ദര്യവും വൈരൂപ്യവും എല്ലാം അക്സെപ്റ്റിംഗ് ദി അതർ ആസ് അതർ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ധാർമ്മിക നോട്ടത്തിൽ നമ്മുടെ സ്വയം കേന്ദ്രീകൃതമായ ലോകം തകർക്കപ്പെടും. മറ്റൊരാളിൻ്റെ മുഖം, ദ ഫേസ് ഓഫ് ദി അതർ, നമുക്ക് വെല്ലുവിളിയായി ദൈവവിളിയായും കാണാനായി, ഇറ്റ് ഈസ് എ ഡിവൈൻ കോൾ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അത് നമ്മുടെ സ്വയകേന്ദ്രിക ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഇതാണ് നീതിയുടെ കാഴ്ച, എത്തിക്സ് ആസ് ഒപ്റ്റിക്സ്. അത് നീതിയുടെയും ധർമ്മത്തിൻ്റെയും കാഴ്ചയാണ്. മറ്റുള്ളവരെ ശരിയായി കാണാൻ നമുക്ക് കണ്ണ് മാറേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണണം. സോ വി നീഡ് എ ഡിവൈൻ ചഷ്മ, ഒരു വിശുദ്ധമായ കണ്ണട നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ധർമ്മശാസ്ത്രം എന്നത് ലോകത്തെ കാണാനുള്ള പുതിയ ധാർമ്മികതയുടെ കണ്ണാടിയാണ്. നമുക്ക് ഒരു പുതിയ കണ്ണ് ആവശ്യമാണ്, നമുക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. നമ്മളിന്ന് കാണുന്ന കണ്ണ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള സാധാരണ നോട്ടമാണ്, ഒരു ഞാൻ നോട്ടം. ആ നോട്ടങ്ങൾ ഒരിക്കലും നമ്മളെ നന്മയുടെ ലോകത്തിലെത്തിക്കുന്നില്ല, ഭൗതിക ലോകത്തിൽ അഭിരമിക്കുവാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് കണ്ണിനെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചുമൊക്കെയുള്ള നമുക്കറിയാവുന്ന വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു പുതിയ ദർശനശാസ്ത്രം, ഒരു ദർശന കല നമുക്ക് സഭയിൽ രൂപപ്പെടുത്തേണ്ടതാണ്. ആ കണ്ണിലൂടെ ലോകത്തെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കുകയല്ല ലോകത്തെ കാണുന്നത്. ആ പുതിയ കാഴ്ച കാണുവാൻ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ, അത് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത്, നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. നമ്മൾ ഈ കണ്ണിനെ തന്നെ ഒന്ന് നോക്കി. കണ്ണ് നമ്മളുടെ കേൾക്കാൻ അവിടെ ഇരിക്കുന്നത് കണ്ണ്. ഈ കണ്ണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കണ്ണ് നമ്മൾ പറയാതെ അടയും ചിലപ്പോൾ. ഇങ്ങനെ കണ്ണ് അടച്ചുകൊണ്ടിരുന്നാൽ പിന്നെ തുറക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കാം. പക്ഷേ തുറന്നിരിക്കുകയാണെങ്കിൽ കണ്ണ് അടയ്ക്കാനും കണ്ണ് തുറക്കാനും ഉള്ളതാണ്. സോ ദി ആർട്ട് ഓഫ് യൂസിങ് അവർ ഐസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കണ്ണ് തുറക്കേണ്ടുന്ന സ്ഥലത്ത് അടയ്ക്കുന്നത് പാപവും, അടയ്ക്കേണ്ടുന്ന സ്ഥലത്ത് തുറക്കുന്നത് അപകടകരവുമായിട്ടാണ്. അതുകൊണ്ട് തുറക്കേണ്ടിടത്ത് തുറക്കാനും അടയ്ക്കേണ്ടത് അടയ്ക്കാനുമുള്ള ഒരു ക്രമം നമ്മുടെ കണ്ണിനെ, വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ലേപനം വാങ്ങി നമ്മുടെ കണ്ണിൽ എഴുതണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺവെൻഷൻ ഒരു കണ്ണെഴുത്തുകൂടിയാണ്. എങ്ങനെയാണ് ലോകത്തെ കാണേണ്ടത്, എങ്ങനെയാണ് ലോകം ദൈവം കാണുന്നത്, അങ്ങനെ കാണുന്നതിന് നമുക്ക് സാധിക്കണം. കണ്ണ് കാണാൻ മാത്രമല്ല കരയാനുമുള്ളതാണ്, കരയാനുമുള്ളതാണ്. ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങളോടൊന്ന് ചോദിക്കുക, തങ്ങളുടേതല്ലാത്ത കാര്യത്തിന് വേണ്ടി അവസാനമായി നിങ്ങൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞത് എപ്പോഴാണ്? ഉത്തരം പറയണ്ട, ചോദിച്ചതേ ഉള്ളൂ. സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കരയും. എന്നാൽ അവരന് വേണ്ടി, അന്യന് വേണ്ടി, അയൽവക്കക്കാരന് വേണ്ടി നമ്മൾ എന്നാണ് വേദനയോടെ കരയാനിടയായത്? അതുകൊണ്ട് ഈ കരച്ചിൽ, ഈ കണ്ണുനീരിലൂടെ കാണുന്ന കാഴ്ച ദിവ്യ കാഴ്ചകളായിരിക്കും. 100% അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ ബൈ ആൻഡ് ലാർജ് കണ്ണുനീരിലൂടെ കാണുന്ന കണ്ണുനീര് വെറുതെ വരത്തില്ല. വല്ല ഗ്ലിസറിനോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ഒഴിച്ചാൽ കണ്ണുനീര് വരുമായിരിക്കും. പക്ഷേ നോർമലി ഇറ്റ് വോണ്ട് കം. നമ്മുടെ കണ്ണ് സത്യസന്ധമായി നിറയുന്നത് നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിലൂടെ കാണുന്ന കാഴ്ച, നമുക്കറിയാം, മഴ പെയ്തു കഴിഞ്ഞ് നമ്മൾ ഈ ജലകിരണങ്ങളിലൂടെ ഈ ആകാശത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ റെയിൻബോ നമുക്ക് കാണാം, വർണ്ണ ചിത്രമാണ് കാണുന്നത്. അതുപോലെ ഏതൊരാൾക്കും തങ്ങളുടെ നിറഞ്ഞ കണ്ണുകളിലൂടെ ലോകത്തെ കാണുമ്പോൾ ആ നനവാണ് കരുണയെന്ന് പറയുന്നത്. ആ കരുണയെന്ന് പറയുന്നത് നമ്മളെക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്, അവർ ലൈഫ് ഈസ് എ സം ടോട്ടൽ ഓഫ് വാട്ട് വി ഹാവ് സീൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ഒരു മനുഷ്യായുസിൽ നമ്മൾ കണ്ട കാഴ്ചകളുടെ ആകത്തുകയാണ് പ്രധാനമായും നമ്മൾ. അതുമാത്രമാണെന്ന് ഞാൻ സൂചിപ്പിച്ചില്ല. അപ്പോൾ ആ നമ്മുടെ അന്ത്യന്യായവിധിയെക്കുറിച്ച് പറയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യന്യായവിധി 2 വാക്കുകളെ ആശ്രയിച്ചാണ്. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 words, 2 വാക്കുകൾ. ഒന്ന് കണ്ടു, മറ്റത് കണ്ടില്ല. നീതിമാൻ കണ്ടു, നീതി കെട്ടവൻ കണ്ടില്ല. നീതിമാൻ എന്താണ് കണ്ടത്? നീതിമാൻ വിശക്കുന്നവനെ കണ്ടു, ദാഹിക്കുന്നവനെ കണ്ടു, അതിഥിയെ കണ്ടു, നഗ്നനെ കണ്ടു, രോഗിയെ കണ്ടു, തടവിലായിരുന്നവരെ കണ്ടു. അപ്പോൾ ഈ അന്ത്യന്യായവിധിയിൽ നീതിമാൻ കണ്ടു. നീതിമാൻ എന്ത് കണ്ടു? ആ കണ്ടത് കാണുമ്പോഴാണ് നമ്മുടെ കണ്ണുകളും നീതിയുടെ കണ്ണുകളായിട്ട് മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ വെച്ച് ഈ അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവിടെ 3 ആളുകൾ നടന്നു വരുന്നു. അവർ ആരാണെന്ന് അറിയാൻ പാടില്ല. അവർ ശരിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. എങ്കിലും അതാരാണെന്ന് അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ അബ്രഹാം ഓടിച്ചെന്ന് അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു. അവരോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ആ വീട്ടിൽ അവർക്ക് വളരെ മൃഷ്ടാന്നമായ ഭക്ഷണം കൊടുക്കുന്നു. മറ്റൊരു തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ പാട്ട പറക്കാൻ വന്നവരാണ് എന്ന് വിചാരിക്കുക. അവരുടെ മുമ്പിൽ നമ്മളാരും പോയി സാഷ്ടാംഗ പ്രണാമം നടത്താറില്ല. അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാറില്ല. പക്ഷേ അബ്രഹാം തൻ്റെ നീതിയുടെ ദൈവസ്നേഹത്തിൻ്റെ കണ്ണിലൂടി നടന്നു പോകുന്ന ആളുകളെ കണ്ടപ്പോൾ ഈ പരദേശികൾ വെറും പാട്ട പറക്കാൻ വന്നവരല്ല, അവർ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങളാണ്. ദേ ആർ ദി എപ്പിഫനി ഓഫ് ഗോഡ് എന്ന് കണ്ട കാഴ്ച നീതിയുടെ കാഴ്ചയാണ്. അപ്പോൾ ഈ നീതിമാൻ ആയ അബ്രഹാം വന്ന വഴിയാത്രക്കാരിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷങ്ങൾ കണ്ട അതേ ആളുകൾ സോദോം ഗോമോറയിലെത്തിയപ്പോൾ അവിടെ സന്ധിയിൽ ലോത്തിൻ്റെ വീട്ടിൽ 2 ആളുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് സോദോം നിവാസികൾ വന്ന് ലോത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾ ഈ വീട്ടിൽ വന്ന ആളുകളെ വിട്ടുതരണം. അവരുമായി ഭോഗത്തിൽ ഏർപ്പെടേണ്ടതിന്, വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിന്ന് അത്ര സഭ്യമായി പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കല്ല, അവരുമായി ഭോഗത്തിൽ ഏർപ്പെടേണ്ടതിന് അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞു. അബ്രഹാം, നീതിമാനായ അബ്രഹാം കണ്ട അതേ കണ്ണിൽ കണ്ട ആളുകളെ, നീതിയുടെ ആൾരൂപങ്ങളായി കണ്ട അവൻ, ദൈവത്തിൻ്റെ പ്രത്യക്ഷമായി കണ്ട ആളുകളെ സോദോം ഗോമോറയിലുള്ള ആളുകൾ ഭോഗത്തിനുള്ള ഉപഭോഗ വസ്തുവായിട്ട് കാണുന്നു. ഒരേ ആളുകളെയാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, നമ്മളുടെ കണ്ണുകൾ നീതിയുടെ കണ്ണുകളാണോ, അത് ഭോഗത്തിൻ്റെയും വീഴ്ചയുടെയും കണ്ണുകളാണോ? ഇത് നമുക്ക് കുറച്ചുകൂടി നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊരു ചോദ്യം നോക്കുകയാണ്, നമ്മൾ മനുഷ്യരെ എങ്ങനെയാണ് കാണുക? ഹൗ ഡു വി സീ പീപ്പിൾ? ഓൺ വാട്ട് ബേസിസ് വി സീ പീപ്പിൾ?
നമ്മൾ എന്തിൻ്റെ അർത്ഥത്തിലാണ് മനുഷ്യരെ കാണുന്നത്? രണ്ട് രീതിയിൽ മനുഷ്യരെ നമുക്ക് കാണാം. ഒന്ന് through the having dimension and the other is being dimension. ഹാവിങ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിനെ നമ്മൾ കാണുന്നത് അവൻ എന്തുണ്ട്. അവന് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ പഠിത്തമുണ്ട്, വലിയ സൗന്ദര്യമുണ്ട്, സമൂഹത്തിൽ വളരെ സ്വീകാര്യനായ ആളാണ്, അധികാരമുള്ള ആളാണ്. ഒരു 80% of us are looking others on the basis of what she or he has. അവന് എന്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഹാവിങ് ബീയിങ്. അവനാരാണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലല്ല. സത്യസന്ധമായി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നോക്കിയാൽ മനസ്സിലാവും, വി ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. അപ്പോൾ നമ്മളെല്ലാവരും പങ്കിടുന്നതായ ഒരു കോമണാലിറ്റി ഉണ്ട്. അത് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് വി ആർ ഷെയറിങ് ദി ഇമേജ് ഓഫ് ഗോഡ്. അപ്പോൾ ഒരു ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരേ അപ്പത്തിൽ പങ്കിടുകയും ഒരേ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളാണ്. സത്യമായി ഞാൻ അവിടെ ഇരിക്കുന്നവരോട് ഒരു ചോദ്യം, നമ്മളുടെ ഇന്നത്തെ ലോകം മനുഷ്യന് എന്തുണ്ട്, അവൻ ആരാണ് എന്നൊക്കെയുള്ള അവൻ്റെ ഉള്ളതിൻ്റെ വെളിച്ചത്തിലാണോ, അവൻ ദൈവസ്വരൂപത്തിലുള്ള എൻ്റെ സഹോദരനാണ് എന്നുള്ള ബീയിങ് ഡയമെൻഷനിലാണോ പൊതുവെ നമ്മളിന്ന് കാണുന്നത്? കേൾക്കാമോ? ഏതാണ്? ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, യേശുവിൻ്റെ കണ്ണിലൂടി, ഒരു എത്തിക്കൽ കണ്ണിലൂടി കാണാൻ ആഗ്രഹിക്കുന്നവർ മനുഷ്യനെ അവൻ്റെ ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ കാണുന്നത് ഈ രാത്രി അവസാനിപ്പിച്ചോണം. സ്റ്റോപ്പ് seeing the other on the basis of what she or he has. അത് വളരെ പരിമിതപ്പെടുത്തുന്നതാണ്. അത് അഹന്തയുടെ കണ്ണാണ്, അത് രക്ഷയുടെ കണ്ണല്ല. അത് മനുഷ്യനെ വല്ലാതെ ഡിവൈഡ് ചെയ്യുന്നതായ കണ്ണാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിനോട് പറയേണ്ടത്, നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടത്? അവൻ്റെ ഉള്ളതിലാണോ, അവൻ്റെ ഉള്ളിലാണോ, അവൻ്റെ ഹാവിങ്ങിലാണോ, അവൻ്റെ ബീയിങ്ങിലാണോ എന്ന് നമ്മളോട് ചോദിക്കേണ്ട സ്പഷ്ടമായ ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥയിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നത്. ഒന്നാമത് നമ്മൾ കാണുന്നത് ഈ കൊള്ളക്കാരനെയാണ്. ഇവിടെ നമ്മൾ കള്ളെന്ന് വായിക്കുന്നു, കൊള്ളക്കാരനാണ്. കൊള്ള ചെയ്യുന്നവനെല്ലാം കൊള്ളക്കാരനാണ്, അല്ലാതെ അവിടെ നിന്നവൻ മാത്രമാകണമെന്നില്ല. നമ്മളങ്ങനെ പറയാറുണ്ട്, കൊള്ള മുതൽ എന്ന് പറഞ്ഞാൽ അത് നീതിയോടെ ഉള്ളതല്ല, കളിപ്പിച്ചുണ്ടാക്കുന്നതാണ് കൊള്ള മുതൽ. അതൊന്നും നമുക്കിഷ്ടമില്ല. അങ്ങനെയുള്ള കൊള്ള മുതൽ സമ്പാദിക്കുന്നയാളാണ് ഈ കൊള്ളക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവൻ നോക്കിക്കേ, അവന് മറ്റേ ആളെ കാണുന്നത്, അതായത് ഈ കൊള്ളക്കാരൻ ആരെയാണോ ഉപദ്രവിച്ച് അർദ്ധപ്രാണനായി വഴിയിൽ വിട്ടിരിക്കുന്നത് അവനെ കാണുന്നത് അവൻ്റെ ബീയിങ്ങിലൂടെയാണോ ഹാവിങ്ങിലൂടെയാണോ? നിങ്ങളുടെ അഭിപ്രായം? നിശ്ചയമായിട്ടും ഹാവിങ്. അവൻ എന്തുണ്ട്? സോ ഈ കൊള്ളക്കാരൻ്റെ ഇൻട്രസ്റ്റ്, where is the purse, not who he is or the person. He is much interested in the purse, not in the person. We are all much interested in the purse. നമുക്ക് പണം എവിടെയുണ്ട്, എവിടെയാണ് ഇത് ഇവനെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി കാണുന്ന അതാണ്. അതായത് അവരനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി കാണുന്നു, എൻ്റെ ആവശ്യത്തിന് വേണ്ടി കാണുന്നു. ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ കാര്യമാണ് അവരനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി കണ്ട്, മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വെറും വസ്തുവായി കണ്ട് അവൻ്റേത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഞാൻ പറയുന്ന മര്യാദയാണോ മര്യാദകേടാണോ? അതുകൊണ്ട് നമ്മളും ഗൗരവമായി ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഈ പ്രശ്നം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവനൊരു കഴുകൻ കണ്ണാണ്. എവിടെയാണ് എര, എങ്ങനെ റാഞ്ചാം, ഇതാണ്. അല്ലെങ്കിൽ ഒരു കാലൻ കണ്ണാണ്. കാലൻ വരുന്നത് നമ്മളെ കൊണ്ടുപോകാനാണ്. ഇവനെ അർദ്ധപ്രാണനായിട്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണ്, മുമ്പേ പറഞ്ഞത് വിട്ടുപോകരുത്, നമ്മൾ ആത്യന്തികമായി ന്യായം വിധിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണ്
കഴുകൻ കണ്ണായിരുന്നോ അതോ കരുതലിൻ്റെ കണ്ണായിരുന്നോ എന്നുള്ളതാണ്. നമ്മൾ ഈ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പെരുപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ആത്മീയതയുടെ പരവേശമല്ല, ആത്മാർത്ഥതയുടെ കാഴ്ച നമുക്കുണ്ടാകാനായിട്ട് സാധിക്കണം. ഇത് വലിയ വില കൊടുക്കണം. അതുകൊണ്ട് നമുക്കൊരു കഴുകൻ്റെ കണ്ണല്ല ആവശ്യം, നമുക്കൊരു കരുണയുടെ കണ്ണാണ് ആവശ്യം. അപ്പോൾ അവൻ്റെ ഈ കഴുകൻ്റെ ദൃഷ്ടിയിൽ പെട്ടാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. ഒരു കാലൻ നോട്ടമിട്ടാൽ നമ്മളെ കൊണ്ടേ പോകുകയുള്ളൂ. അങ്ങനെയുള്ള കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ കൊള്ളക്കാരനെ സംബന്ധിച്ച് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള, എല്ലാവരെയും ഡിസ്ഫിഗേർഡ് ആക്കുന്നതായ അവൻ്റെ കാഴ്ചയാണ്. ബിക്കോസ് ഈസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹാവിങ് ഓഫ് ദി അതർ. അങ്ങനെ എത്ര എഫിഷ്യൻ്റായിട്ട് അവനെ കൊള്ളയടിക്കാം എന്നുള്ളതാണ്. അവന് ആ കിടക്കുന്നയാളിൻ്റെ മുഖം വിഷയമില്ല, അവൻ്റെ ശരീരം മുറിവേറ്റാൽ വിഷയമില്ല, പക്ഷേ അവൻ്റെ പോക്കറ്റിലാണ് ശ്രദ്ധ. നമ്മൾ ഹാവിങ് ഡയമെൻഷനിൽ നീങ്ങുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. ഇത് നമുക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി കാണാം. ഈ നമ്മളെപ്പോഴും മനസ്സിലായി, ഈ കൊള്ളക്കാരനെ നമുക്ക് വെളിയിൽ പ്രതിഷ്ഠിക്കും. കൊള്ളക്കാരൻ അവന് കൊള്ളരുതാത്തവനാണ്, അന്യായക്കാരനാണ്, അല്ലേ, അവനിൽ കണ്ണിൽ ചോരയില്ലാത്തവനാണ് എന്ന്. ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം മറ്റുള്ള ഒരുത്തനിൽ ആരോപിച്ചാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, നമ്മൾ രക്ഷപ്പെട്ടു, നമുക്കതുമായി പിന്നെ ബന്ധമില്ല. എപ്പോഴും നമ്മൾ തെറ്റുകൾ അവരനിൽ ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ആത്മീയ വൈകൃതം നമുക്കെല്ലാവർക്കും ഉണ്ട്. യു ഹാവ് ടു അക്സെപ്റ്റ്. നമ്മളിതിനകത്ത് ഇങ്ങനെ സോപ്പ് പതപ്പിച്ചുകൊണ്ടൊന്നും ഗുണമില്ല. മനസ്സിലായി? തെറ്റുകളെല്ലാം അവിടെ. മനസ്സിലായി? നമ്മളെ ഓരോ കേസുകൾ പള്ളിയിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് ചുരുക്കമായിട്ടാണ്, വളരെ കുറച്ച് ആളുകളാണ്. ഞാൻ 25 വർഷം പള്ളിയിലിരുന്നയാളാണ്. ഒരിക്കൽ പോലും ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പം നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു പള്ളി വന്നോ, ഈ പള്ളിയിൽ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. അച്ഛനെ, പുതിയ അച്ഛനാണല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് 25 വർഷത്തിനുള്ളിൽ ഒരൊറ്റയാൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടും കേട്ടിട്ടുമുള്ള അച്ഛന്മാരും ഒക്കെ കാണുമായിരിക്കും. ദ പ്രോബ്ലം ഈസ് വിതിൻ, അല്ലെങ്കിൽ ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ദറ്റ് പ്രോബ്ലം ആൻഡ് വി ഹാവ് ടു റെക്കൺസൈൽ ദി പ്രോബ്ലം. വി സെൽഡം സേ the problem is with the other group, the problem is with the neighbor, the problem is with my colleague. ഇങ്ങനെ നമുക്ക് ഏറ്റവും നിന്ദ്യമായൊരു കാര്യമാണിത്. തെറ്റിൽ ഞാനും ഭാഗമാണെന്ന് അറിഞ്ഞിരിക്കെ ഈ തെറ്റ് മറ്റുള്ളവരുടെ മേൽ ആരോപിച്ച് ഞാൻ വലിയ സ്വതന്ത്രനായി മിസ്റ്റർ ക്ലീനായിട്ട് ജീവിക്കുന്ന പാപം ദൈവം ഒരിക്കലും വെറുതെ വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദിസ് ഈസ് ദ ക്രിമിനൽ ക്രൈം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇപ്പോൾ ഇത് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കൊള്ളക്കാരനെ നമ്മുടെ വെളിയിൽ കാണരുത്. കൊള്ളക്കാരൻ ഈ കോൺസെപ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം ഇവിടെ നമ്മുടെ കുമ്പസാരത്തിൽ എപ്പോഴും പ്രാർത്ഥന ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ പേരൊന്ന് പറഞ്ഞ് രക്ഷിക്കുക, കണ്ണുകളെയും എല്ലാം ദുർമോഹത്തോടെ നോക്കാതെ. ഓരോ കുർബാനയ്ക്ക് മുമ്പ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റിൽ കൊണ്ട കുർബാനയും ഇതിൻ്റെ ഇടയ്ക്കും ദുർമോഹത്തോടെ നോക്കി. ഇല്ലെങ്കിൽ നമ്മൾ പറയണമായിരുന്നു, അതങ്ങ് വിടണം, ഞാൻ ഈ ആഴ്ച ദുർമോഹത്തോടെ നോക്കിയിട്ടില്ല. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ പള്ളിയിൽ? ഇങ്ങനെ ഇരിക്കുന്നത് ആണ് വളരെ പ്രധാനമായിട്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ വെക്കരുത്. നമ്മളും ആളുകളെ അവൻ്റെ ഹാവിങ്ങിൻ്റെ വെളിച്ചത്തിലാണ്, നമ്മൾ അവൻ്റെ പോക്കറ്റിലാണ് ഇൻട്രസ്റ്റ്. ഞാൻ പറയാൻ കൊള്ളുകയല്ലെങ്കിലും ഞാൻ ബോംബെയിലിരിക്കുമ്പോൾ ഞാനും അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞോട്ട്, അതിനു വേണ്ടി പറയുന്നതാണ്. അവിടെ ഞാൻ അച്ഛനായിരിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഒരു പള്ളിയുടെ കൂദാശയ്ക്ക് പോകാൻ അന്ന് ഒരു അനുവാദം കിട്ടി. അങ്ങനെ പോയപ്പോൾ ബോംബെയിൽ നവജീവന് കുറച്ച് പണം കളക്ട് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ മെത്രാപ്പൊളിത്തെയാണ് ഭദ്രാസന അധ്യക്ഷൻ. ചില വീടുകളിലൊക്കെ പോയപ്പം തിരുമേനി ഉണ്ട്. അപ്പോൾ ഈ ആളുകൾ പള്ളിയിലൊക്കെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെറിയ പിരിവുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എൻ്റെ പ്രധാന നോട്ടം ഇയാളുടെ കയ്യിൽ ഈ ഒരു എൻവലപ്പുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റുണ്ട്, കാണത്തില്ലായിരിക്കും. പക്ഷേ ഇവിടെ നിന്നും കാണാത്തതുകൊണ്ട് വലിയ ദുഃഖമാണ്.
ഓരോ വീട്ടിൽ പിന്നീട് ചെല്ലുമ്പോഴും ഈ എൻവലപ്പുണ്ടോ എന്നുള്ളതാണ്. ഞാൻ തിരുവോശ സിനിമയുടെ വന്ന് പറഞ്ഞു, തിരുമേനി ഞാൻ വല്ലാതെ പൊള്യൂട്ടഡ് ആകുന്നു. മനസ്സിലായി? ഇതെല്ലാം എൻ്റെ സ്നേഹമുള്ള, ഞാൻ ഇരുന്ന ഇടവകയായതുകൊണ്ട് സ്നേഹമുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അവരെ കാണുന്നത് പേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ വന്ന് ഞാൻ ബോംബെയിൽ അച്ഛന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഐ എം ബിക്കമിങ് പൊള്യൂട്ടഡ്. വല്ലാതെ ഞാൻ എൻ്റെ ചിന്തയെല്ലാം എന്ത് കിട്ടും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും, നിങ്ങൾ എൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു വിശുദ്ധരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മളുടെ നോട്ടവും മെയിൻലി ഓൺ ദ ഹാവിങ് ഡയമെൻഷൻ, നോട്ട് ഓൺ ദി ബീയിങ് ഡയമെൻഷൻ. അപ്പോൾ അതിലൊരുത്തൻ തന്നില്ലെന്നിരിക്കട്ടെ, എടുത്ത് പോക്കറ്റിലുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ അവനത് തരുന്നിടം വരെ അവൻ തന്നില്ലല്ലോ, ഇവനെ ഒളിപ്പിച്ചു വെച്ചല്ലോ എന്ന് നമ്മൾ പറയും. അതൊന്നും വലിയ കാര്യമല്ല. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത്, നമുക്ക് ഈ രീതിയിൽ നമ്മൾ അടുത്തിരിക്കുന്നവരെ എങ്ങനെയാണ് കാണുന്നത്? ഏത് കണ്ണാണ്? കഴുകൻ കണ്ണാണോ കരുണയുടെ കണ്ണാണോ? ഇത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു എഴുത്ത് ഒരു സ്കൂളിൽ ആനിവേഴ്സറിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അവിടെ വന്ന സെലിബ്രിറ്റിക്ക് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, ഞങ്ങളുടെ കുറേ കുട്ടികൾ, സാറ് ഒത്തിരി കുട്ടികളുമായി സംവദിക്കുന്നയാളാണ്, ഇടപെടുന്നയാളാണ്. അപ്പോൾ ഒരു 3-4 കുട്ടികൾക്ക് സാറിനോട് സംസാരിച്ചാൽ കൊള്ളാം എന്നുണ്ട്. അതിനൊരു അവസരം. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം. അപ്പോൾ ആദ്യത്തെ ഒരു പെൺകുട്ടി, ഗേൾസ് സ്കൂൾ, ബോത്ത് മിക്സഡ് സ്കൂളാണ്, ഒരു പെൺകുട്ടി അവിടെ പേര് പറഞ്ഞു. അപ്പോൾ ഈ സെലിബ്രിറ്റി പറഞ്ഞു, ഞാൻ കണ്ടല്ലോ ആനിവേഴ്സറിയിൽ. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും വളരെ സ്മാർട്ടായിട്ടും വളരെ സ്മൈലിങ് ഫേസോടും ഉത്തരം പറഞ്ഞത് നീയാണ്. എന്താ നിൻ്റെ പ്രശ്നം? ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മേഘം മൂടിയതുപോലെ അവിടെ മുഖം മാറി. അവൾ പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളെ ഞാൻ അഭിമുഖീകരിച്ചു. എന്നെ ഒരു സ്നേഹം നടിച്ച കൂട്ടുകാരൻ കൂടുതൽ സ്നേഹം നടിച്ചു. ഒരു ദിവസം ഒരു ചായക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വരാൻ ഒക്കുകയില്ല, എൻ്റെ വീട്ടിലിറങ്ങിയാൽ കൊല്ലും, അങ്ങനെയൊന്നും വരാൻ പാടില്ല, ജസ്റ്റ് ഫോർ എ ഡേ ആൻഡ് ഫോർ എ ഫൺ. ആ കൊച്ചു പോയി. പിന്നെ അത് കൂടി ഈ സെലിബ്രിറ്റിയോട് പറഞ്ഞു, സത്യമായും എന്നോട് സ്നേഹമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായി, എന്നോടല്ല സ്നേഹം, എൻ്റെ ശരീരം മതിയായിരുന്നു അവന്. ഇത് കേരളത്തിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള പലരിലും സ്നേഹം നടിച്ച് സ്നേഹത്തെ വൈകൃതമാക്കി യൂതയുടെ സ്നേഹം ചുംബനം പോലെ കൊടുത്തിട്ട് അവരുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന കഥകൾ അനുദിനം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കുമൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ? നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്? നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങളാരും കണ്ടിട്ടില്ല, നല്ലവരൊന്നും സിനിമ കാണത്തില്ല. അത് കാണാം. അതിനകത്തൊരു കണ്ണാടി കഥയുണ്ട്. ആ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒരു പെങ്കൊച്ചു മിടുക്കിയായതുകൊണ്ട് അവൾ ഉണ്ടാക്കിയതാണ്. അവൾ പറഞ്ഞു, ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ മറ്റേ ആളിനെ ദൈവം സൃഷ്ടിച്ചപ്പോഴുള്ള അതേ രീതിയിൽ കാണാം. പിന്നീട് തെറ്റ് ചെയ്തപ്പോഴാണല്ലോ ഈ ഉടയാടയൊക്കെ ഉണ്ടാക്കിക്കൂടുക. അതിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന അതേ രീതിയിൽ അതിനെ കാണാം. പിന്നെ ആ കണ്ണാടി കിട്ടാൻ വലിയ കടിപിടിയായിരുന്നു. മനസ്സിലായോ? എനിക്കും ഉണ്ട് അങ്ങനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത്. നിങ്ങൾക്കും ഉണ്ട്. നമ്മൾ എന്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴുകൻ്റെ കണ്ണാണോ കരുതലിൻ്റെ കാവലിൻ്റെ കണ്ണാണോ? ഇത് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ചതിക്കണ്ണുകളിൽ നിന്ന്, ഈ രതിക്കണ്ണുകളിൽ നിന്ന്, അതെല്ലാം ഒരു സോതവും നോട്ടമാണ്. സ്റ്റോപ്പ് ദാറ്റ് സോതവും സൈറ്റ്സ്. നമുക്ക് ഇനിയും നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി നമ്മുടെ മക്കളെ നമ്മൾ നോക്കിക്കേ. നമ്മുടെ മക്കളുടെ ഏത് ഫാക്കൽറ്റിയിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ? അത് ഹാവിങ് ഏരിയ ആണോ ബീയിങ് ഏരിയ ആണോ? ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും ട്യൂഷന് പോകുന്നതാണ് പ്രധാനമെന്ന് പറയുമ്പോൾ സൺഡേക്കാൾ പ്രധാനം മൺഡേ ആണ്. ദ മൺഡേ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സൺഡേ ഈസ്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി ദ ഹാവിങ് ഡയമെൻഷൻ. അതുകൊണ്ട് എനി മൺഡേ വിത്തൗട്ട് സൺഡേ. ഇപ്പോൾ ഈ സൺഡേ നമ്മൾ ഈ മൺഡേ ടു സാറ്റർഡേയിലേക്ക് അങ്ങ് മേർജ് ചെയ്തു. ദീസ് ഡേയ്സ് ദർ ഈസ് നോ സൺഡേ. എനി ഹോളി സൺഡേ, സേക്രഡ് ടൈം,
അത് നഷ്ടപ്പെട്ടാൽ വീടുകളും മനസ്സുകളും മരുഭൂമിയാകും, നമ്മളത് അറിയുന്നില്ല. പല പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും നമ്മിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോകുന്നുണ്ട്. വി സെൽഡം അവെയർ ഓഫ് ദാറ്റ്. നമ്മുടെ വീടുകളിൽ ദൈവം താമസിക്കുന്നതിന് തക്കവണ്ണമുള്ള ഒരു സീക്രട്ട് സ്പേസ് ആണോ? അവിടെ ഒരു സൺഡേ ഉണ്ടോ? അവിടെ ഒരു ദൈവാരാധനയുണ്ടോ? അവിടെ ഒരു കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾ പിണങ്ങാതിരിക്കാമെങ്കിൽ എൻ്റെ തന്നെ നിരീക്ഷണങ്ങൾ പറയാം. മാർത്തോമാ സഭയിലെ യുവജന സഖ്യത്തിൽ ഞാൻ പ്രസിഡൻ്റായിരുന്നു. ഭരണവാസുരേനി ഇപ്പോൾ പ്രസിഡൻ്റാണല്ലോ. ഉയർന്ന തലങ്ങളിൽ IIT അല്ലെങ്കിൽ ആ രീതിയിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന യുവജനങ്ങളുടെ എത്ര % ഈ സഭയിലെ യുവജന സഖ്യത്തിൻ്റെ ഉണ്ട്? 95% ഈസ് നോട്ട് ദെയർ. വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? നമ്മൾ എന്തായി പറയുക? എന്ത് ദൈവബോധത്തെക്കുറിച്ചാണ് പറയുന്നത്? എന്ത് ഡിവൈൻ ചഷ്മയെക്കുറിച്ചാണ് പറയുന്നത്? എന്ത് എത്തിക്കൽ ലുക്കിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഗൗരവമായി കാര്യങ്ങളെ കാണണം. അപ്പോൾ അതുകൊണ്ട് ഈ കൊള്ളക്കാരനെ നമ്മുടെ വെളിയിൽ പ്രതിഷ്ഠിച്ച് ദൈവജനമേ സംസാരിക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. ഈ കൊള്ളക്കാരൻ നമ്മുടെ ഉള്ളിലുണ്ട്. സൂത്രത്തിൻ്റെ കൊള്ളക്കാരൻ, എല്ലാവരെയും അടിച്ചു മാറ്റുന്ന ഹാവിങ് ഡയമെൻഷനിൽ ജീവിക്കുന്ന ആളുകൾ. ഇതിന് മാറ്റം വരാതെ ഒരു രക്ഷയും സഭയ്ക്ക് സമൂഹത്തിൽ ഉണ്ടാകുകയില്ല. നമുക്ക് ഇതിനൊരു ലളിതമായ ഫിലോസഫി നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. നമുക്കെല്ലാം അറിയാവുന്നവരാണ്. എനിക്കത് ഈ അടുത്ത 2 കണ്ടപ്പോഴാണ് ഒന്നുകൂടെ ഓർമ്മ വന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നില്ല. വെൻ വി ബോൺ വി ഹാവ് ബ്രോട്ട് നത്തിങ് ടു ദിസ് വേൾഡ്. ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകത്തിട്ടില്ല. വി ക്യാൻ ടേക്ക് എനി ഓഫ് ദീസ് തിങ്സ്. ഒരു ഹാവിങ്ങും നമുക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ കൊണ്ടുവരാത്തതും ഒരിക്കലും കൊണ്ടുപോകാനൊക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് നമ്മുടെ ആയുസിൻ്റെ മുഴുവൻ സമയവും നമ്മൾ നഷ്ടമാക്കുന്നതെങ്കിൽ വേർ ഈസ് അവർ ബീയിങ്? നമുക്ക് കൊണ്ടുപോകാവുന്നതൊന്നേ ഉള്ളൂ സാറുമാരെ, അത് നോട്ട് ഹാവിങ് ബട്ട് ബീയിങ്. ആൻഡ് വി ഈവൻ ഇവാലുവേറ്റിംഗ് പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ഹി ഹാസ് സിംപ്ലി ഓൺ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിന് മുഖമില്ല. ഈ ഓബ്ജക്റ്റിന് യാതൊരു സെൻസിറ്റിവിറ്റി ഇല്ല. വി ആർ ദ പീപ്പിൾ വിത്ത് സെൻസിറ്റിവിറ്റി. അത് ഈ കള്ളന് അല്ലെങ്കിൽ കൊള്ളക്കാരന് നഷ്ടപ്പെട്ടു. ഈസ് ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ദി അതർ. ഈസ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ ഹിംസെൽഫ്. അവനിൽ മാത്രം. അവനിലേക്ക് നമ്മൾ പരിമിതിപ്പെടുത്തുന്നതാണ് കൊടും ക്രൂരതയും പാവവും. ഇത് നമുക്ക് ലളിതം, ഇതൊന്നും അധികം വിശദീകരിക്കേണ്ടത് കാര്യമില്ല. രണ്ടാമത്തത്, നമുക്ക് ഈ പുരോഹിതനും ലേവ്യനും അവരെ സമയമില്ലാത്തതുകൊണ്ട് 2 പേരെയും കൂടെ ഒരു കാറ്റഗറിയിൽപ്പെടുത്താം. 2 പേരും റിലീജിയസ് ആണ്, മനസ്സിലായോ? 2 പേരും ഈ പൗരോഹിത്യ പാരമ്പര്യം പേറുന്നവരാണ്. പക്ഷേ ദേ ആർ ടോട്ടലി ഇൻഡിഫറൻറ്റ് ആൻഡ് ഇൻസെൻസിറ്റീവ്. അത് മുമ്പേ പറഞ്ഞതുപോലെയുള്ള ഈ ഹാവിങ്ങും ബീയിങ്ങും അവർക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒക്കുകയില്ല. അവരതെന്ന് പറയാം, എൻ്റേതെല്ലാം എൻ്റേത്, നിൻ്റേതെല്ലാം നിൻ്റേത്. എന്നെ ഉപദ്രവിക്കരുത്, നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ വരികയില്ല. ആത്മീയതയിലെ ഏറ്റവും ക്രൂരമായ ഒരു മുഖം കണ്ണുമാണിത്. എൻ്റേതെല്ലാം എൻ്റേത്, നിൻ്റേതെല്ലാം നിൻ്റേത്. ആലോചിച്ച് നോക്കി, ഒരു ഇടവകയിൽ വളരെ സമൃദ്ധിയുള്ള ആളുണ്ട്, ബുദ്ധിമുട്ടി നിത്യവൃത്തിക്ക് വിഷമിക്കുന്ന ആളുകളുണ്ട്. ഈ ധനികൻ പറയുകയാണ്, എൻ്റേതെല്ലാം എൻ്റേത്, നിൻ്റേത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം പൊറുക്കാത്ത കോപമാണത്. എന്നാലോചിച്ച് നോക്കി, എൻ്റേത്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ 3 പേരും, പ്രത്യേകിച്ച് ഈ പുരോഹിതനും ഈ ലേവ്യനും, അവരുടെ ഒരു കൾച്ചർ, ദ കൾച്ചർ ഓഫ് അദറിങ് ദി അതർ. അവൻ എൻ്റെ ഭാഗമൊന്നുമല്ല. വി ആർ കീപ്പ് ഓൺ അദറിങ് പീപ്പിൾ. ഇൻ ഓൾ അദറിങ് ദർ ഈസ് എ വിതറിങ് ആൻഡ് ഇറ്റ് വിൽ ഡൈ ഔട്ട്. നമ്മൾ വളരെ ഗൗരവമായി എടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതുകൊണ്ട് നമ്മൾ ഒരു ഭക്തി പ്രഭാഷണമായിട്ട് കാണണ്ട. വി ആർ അദറിങ്. അയൽവക്കക്കാരനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ വി ആർ അദറിങ്. സോ മച്ച് സോ ദാറ്റ് പർട്ടിക്കുലർ ഫാമിലി ഓർ പേഴ്സൺ ഈസ് വിതറിങ് അവേ ഫ്രം us. നമ്മൾ തമ്മിലുള്ള മരണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്പോൾ ഈ പുരോഹിതൻ നമുക്ക് സത്യസന്ധമായി, ഇത് എൻ്റെ ഒരു സ്നേഹിതൻ കത്തോലിക്ക അച്ഛൻ പറഞ്ഞു, ഒരച്ഛൻ പറഞ്ഞു, ഇനിയും
നിന്നോടൊന്നും പ്രസംഗിക്കുന്ന വിഷയമേ ഇല്ല. എന്താ ഗുണം പ്രസംഗിച്ചിട്ട്? ഇപ്പോൾ ജനങ്ങൾ വല്ല വിഷയം എന്താ വെച്ചു? ഞാൻ മിനിഞ്ഞാന്ന്, ഇന്ന് ഞായറാണ്, നടക്കാൻ പോയപ്പോൾ നമ്മുടെ ആ പള്ളിയുടെ അടുത്ത കവലയിൽ നിന്ന് ഇച്ചിലൂടെ പോകുമ്പോൾ ഒരുത്തനെ സൈക്കിൾ ഇടിച്ച് വഴി കിടക്കുന്നു. ആൾ കൂടിയിട്ടുണ്ട്. ഒരുത്തനും അവൻ്റെ എടുത്തൊന്ന് ആശുപത്രി കൊണ്ടുപോകാനില്ല. പിന്നെ ഞാൻ നടന്ന് തിരിച്ചു വരുമ്പോഴും അവൻ അവിടെ കിടക്കുക. അപ്പോൾ ഒരു കൊച്ചൻ ചോദിച്ചു, അച്ഛൻ എന്തോ ചെയ്തു? അല്ല, ഇപ്പം നമുക്ക് അച്ഛൻ വിഷയം അങ്ങ് മാറ്റി. ഈ വിഷയം മാറ്റലാണ് ഗതികേടെന്ന് പറയുന്നത്. പള്ളിയിലെല്ലാം ഒക്കെ ഇതുണ്ട്. നമ്മൾ പറയും, നമ്മൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഹാവിങ്ങിൽ എപ്പോഴും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇതിന് നമുക്കൊരു പരിഹാരം വേണം. യേശു ആ കൂനിയായ സ്ത്രീ സൗഖ്യമാക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷമായിട്ട് അവിടെയുണ്ട്. 18 വർഷമായിട്ട് അവരെയുണ്ട്. പക്ഷേ ആ 18 വർഷവും നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. പക്ഷേ യേശു അന്ന് വന്നു, അവളെ കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ 18 വർഷവും ഇവിടെ വന്ന സ്ത്രീയെ ഇവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ ഇമേജ് അവരുടെ റെട്ടിനായിൽ പതിയാൻ അവരൊരിക്കലും അനുവദിച്ചില്ല. ദ ലേഡി ഈസ് നോട്ട് ഇൻ ദെയർ മൈൻഡ്, ഇൻ ദെയർ ഐസ്, ഇൻ ദെയർ ഹാർട്ട്. നമ്മൾ ഒരുപാട് ആളുകളെ നമ്മുടെ റെറ്റിനായിൽ പതിയാൻ അനുവദിക്കുകയില്ല. അവരെ നമ്മുടെ റെറ്റിനായിൽ പതിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കവരെ കാണുന്നുള്ളൂ. കണ്ണുണ്ടായാൽ പോരാ, കാണണം. അത് ബിഷപ്പിനാണേലും അച്ഛനാണേലും അൽമായക്കാർക്കാണേലും അത് തന്നെയാണ്. കണ്ണുണ്ടായാൽ പോരാ, മറ്റേ ആളിൻ്റെ ഇമേജ് നമ്മുടെ റെറ്റിനായിൽ പതിഞ്ഞ് അവനെയോ അവളെയോ അവരായി കാണാൻ നമുക്ക് സാധിക്കണം. ഇത് നമുക്ക് സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ പുരോഹിതനെയും ലേവ്യനെയും ഒക്കെ നമ്മുടെ വെളിയിൽ നിർത്തിയിരുന്നുകൊണ്ട് കാര്യമില്ല. ദേ ആർ ഓൾ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങളാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് അതേ സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും. ഞാൻ ഇവിടെ പറഞ്ഞു, സെവിയാ സംഘം കഴിഞ്ഞ് പോകുമ്പോൾ ആ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ അവിടെ ആ ജംഗ്ഷനൊരു ആൾക്കൂട്ടം നോക്കിയപ്പോൾ ഒരു കൊച്ചിന് ഇതുപോലെ ചെറിയ ആക്സിഡൻ്റായി, മൈനർ ആക്സിഡൻ്റാണ്, അവിടെ കിടക്കുകയാണ്. ആരും അങ്ങനെ അധികം അതിനുവേണ്ടി ഒന്നും തത്രപ്പെടുന്നില്ല. സെവിയാ സംഘക്കാരും പോയി. ഒരു 3-4 മാസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അങ്ങനെ അവിടെ തന്നെ ഒരു ചെറിയ ആക്സിഡൻറ്റ്. നോക്കിയപ്പോൾ ഈ സെവിയാ സംഘത്തിൻ്റെ ഒരു പ്രധാനിയുടെ കൊച്ചാണ് ഇവിടെ ഈ ആക്സിഡൻറ്റിൽ കിടക്കുക. അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ ഉറപ്പാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു വാക്ക് പറഞ്ഞു, അത് ഇവിടെ പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു, ഇവിടെ ഫാദറിന് പിറന്ന, അതിൻ്റെ മലയാളമുണ്ടല്ലോ, അത് ഒരുത്തനും ഇവിടെ ഇല്ലയോ എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ? എൻ്റെ കൊച്ച് ആശുപത്രിയിൽ അപകടമുണ്ടായാൽ നാട്ടുകാരെല്ലാം ഫാദർ സ്നേഹത്തോടു കൂടി ആശുപത്രിയിൽ എത്തിച്ചേക്കണം. എൻ്റേതല്ലാത്ത കൊച്ചിന് എന്ത് പറ്റിയാലും നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത, എന്നാണ് നമുക്ക് പറയാവുന്നത്, ഒരു ഒന്നിനോട് ഒരു മമതയില്ലാത്ത ഒരു നിർമമത നമ്മളെ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടിയെ എല്ലാവരും സഹായിക്കണം. അങ്ങനെ ഒരു കുട്ടിയെ പരിശീലിപ്പിച്ചു. ആ പരിശീലിപ്പിച്ച അമ്മയുടെ പേര് മറിയ എന്നാണ്. ആ പരിശീലിപ്പിക്കപ്പെട്ട കുട്ടിയുടെ പേര് യേശു എന്നാണ്. ആദ്യത്തെ മിറക്കിൾ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അടയാളം നടക്കുകയാണ്. അവർ പ്രതിസന്ധികളൊക്കെ കണ്ടു. അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം, മോനെ ഇവിടെ നിന്നാൽ വലിയ പ്രശ്നമാണ്, പല ഇനിയില്ല, ഒന്നുമില്ല, നമുക്ക് പോകാം. അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മോനെ, യു പ്ലഞ്ച് ഇൻ ടു ദെയർ പ്രോബ്ലം, സീ ദെയർ പ്രോബ്ലം ആൻഡ് ട്രൈ ടു ഡു വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡു. നിനക്കെന്ത് ചെയ്യാം എന്ന് നീ നോക്കണം, നിനക്കത് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മാതാപിതാക്കളോടും ദൈവനാമത്തിൽ വിനയത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, യേശുവിൻ്റെ അമ്മ ആ മകനെ പരിശീലിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ജീവിക്കാൻ അവരെ വളർത്തിയാൽ അവർ ഈ ഹാവിങ്ങിൽ നിന്ന് ബീയിങ്ങിലേക്ക് മാറും. ഏതെങ്കിലും ഒരു അപ്പനോ അമ്മയോ അവരെ ബീയിങ്ങിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ അവർ ഹാവിങ്ങിൽ മാത്രം നിലനിർത്തി വളർത്തിയാൽ, നിങ്ങൾ ക്ഷമിക്കണം എന്നോട്, വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. മാരാമൺ കൺവെൻഷനിൽ വന്നിരിക്കുന്നത് എന്തെങ്കിലും കേട്ടേച്ച് പോകാനല്ല. ഇവിടെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്നു, വചനം കേട്ടു, ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി പോകുവാൻ സഹായിക്കണമേ. സത്യമായി ഞാൻ അകലെയാണ് അവിടെ ഇരിക്കുന്ന സ്ത്രീകളോട്, നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി
യേശുവിനെ അമ്മ വളർത്തിയതുപോലെ വളർത്തുവാൻ തീരുമാനിച്ച് ഞങ്ങൾ പോകുന്നു എന്ന് നമുക്കൊന്ന് തീരുമാനിച്ച് പോകരുതോ? പോകാമോ ഇല്ലയോ? വളരെ സന്തോഷം. ഒരാളെങ്കിലും കൈപൊക്കുകയൊക്കെ ചെയ്തപ്പോൾ സഭ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ലളിതമായ ആളുകൾ എടുത്ത യേശു വല്ലഭൻ കൊള്ളാവുന്നവൻ. ഇതാർക്കാ പ്രശ്നം? ആർ യു ഗുഡ്? ആർ യു എ മാൻ ഓഫ് ബീയിങ്? ദിസ് ഈസ് എ ഇഷ്യൂ. വീണ്ടും നമുക്ക് വെളിയിൽ കൊണ്ട് ഇതിനെ ഒന്നും ഇടരുത്. നമുക്ക് അത് കാണാം. അപ്പോൾ കാണേണ്ടത് കാണാത്തതാണ് അന്ധത. അബ്രഹാം 3 പേരെ ദൈവത്തിൻ്റെ എപ്പിഫനിയായി കണ്ടു. അതേ ആളുകളെ സോദോം ആളുകൾ വെറും ഭോഗവസ്തുക്കളായി തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവായി കാണും. ശമരിയാക്കാരനിലേക്ക് വന്ന അവസ്ഥ എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. എന്തുകൊണ്ടായിരിക്കും ഈ ശമരിയാക്കാരൻ ഈ വഴിയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ തോന്നിയത്? ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പറയാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെ കോണ്ടക്സ്റ്റിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്നത് പറയും. ഒരുപാട് അപമാനമേറ്റവനാണ് ഈ ശമരിയക്കാരൻ. നമുക്കറിയാം, യഹൂദന് നിന്ദ്യനാണ് അവർ നമ്മുടെ അടിമകാലത്തെ കാലം പോലെ അടുത്തെങ്ങും നിൽക്കാൻ അനുവദിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ്. മനസ്സിൻ്റെ മുറിവുകളുണ്ട് ഇല്ലേ? ഈ റിച്വൽ മുറിവുകൾ അനുഭവിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ആത്മാവിൽ മുറിവേറ്റ ഈ മനുഷ്യൻ സമാനമായി ഈ റോഡ് നടുവിൽ ആരും സഹായിക്കാനില്ലാതെ ഒരു യഹൂദൻ ഒരു കാതങ്ങൾ അകലെ നിൽക്കേണ്ടുന്നവൻ്റെ അടുത്ത് ചെന്ന് അതിരുകളെയെല്ലാം മാറ്റി അവൻ്റെ അടുത്ത് ചെന്ന് ആ മനുഷ്യന് സഹായം ചെയ്തത് സമാനമായി ദുഃഖിക്കുന്ന ആളുകൾക്ക് മാത്രമേ സത്യത്തിൽ മറ്റവൻ്റെ വേദന അറിയാവൂ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അമ്മമാരും എന്നോട് യോജിക്കും. ഈ വിശന്നവനെ വിശപ്പിൻ്റെ വില അറിയുള്ളൂ. ഒരു ഡോണറ്റ് കടിച്ച് ചെറിയുന്നവർക്ക് അവരുടെ കുറ്റമല്ല, അവർക്ക് എന്താണ് വിശപ്പെന്ന് അറിയത്തില്ല. എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന കുറച്ച് നമ്മുടെ ബോയ്സ് ഹോമിലെ കുട്ടികളുണ്ട്. വീട്ടിൽ ആര് വന്നാലും അവന്മാരുടെ ആദ്യത്തെ ചോദ്യം, അതൊരു ഭിക്ഷക്കാരൻ തൊട്ട് അവിടെ വന്നിട്ടുള്ളതിലേക്കും വലിയ ആളുകളോട് അവർ ചോദിക്കും, സാറ് കഴിച്ചേച്ചാണോ വന്നത്? സാറ് കഴിച്ചേച്ചാണോ വന്നത്? കാരണം ഒരു നാളിൽ പട്ടിണിയുടെ നാളുകളിൽ ബോയ്സ് ഹോമിൽ 3 നേരവും സൂക്ഷ്മമായിട്ട് ഭക്ഷണമില്ല. വിശപ്പിൻ്റെ വേദന അറിഞ്ഞ ഓരോരുത്തർക്കും ആളിനെ കാണുമ്പോൾ സാറിൻ്റെ ഷർട്ട് നല്ലതായിരിക്കുന്നല്ലോ, സാറിൻ്റെ കാറ് പുതിയതാണോ, സാറിൻ്റെ ഈ ചെരുപ്പ് ഈ ബ്രാൻഡാണോ, നത്തിങ് ഡൂയിങ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാറ് കഴിച്ചതാണോ? ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, സമാനമായ വൃണിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് അത്. ഏത് തലങ്ങൾ നിങ്ങളെടുത്തു അത് മുഴുവനും അപ്പോൾ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവനെ അർദ്ധപ്രാണനായിട്ട് ഇട്ടേച്ചു പോകുന്ന ഇവനെ കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവൻ അർദ്ധപ്രാണൻ, പകുതി ജീവനേ ഉള്ളൂ. പകുതി ജീവൻ ശമരിയാക്കാരൻ്റെ കയ്യിലുണ്ട്. തന്നിലുള്ള ആ പകുതി ജീവൻ, ഈ പകുതി ജീവൻ പോയവന്, പകുതി മരണമുള്ളവന് തൻ്റെ ജീവനെ നൽകി അവൻ്റെ ജീവനെ തിരിച്ചു പിടിച്ച് ശമരിയാക്കാരൻ തൻ്റെ ജീവനെ സമൃദ്ധമാക്കി. ഇതാണ് സഭയുടെ നമ്മൾ ഇരിക്കുന്നതിൽ അവിടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലേലും മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. നിങ്ങളിൽ പലരുടെയും പകുതി ജീവനുണ്ട് സാറേ. സാറിൻ്റെ കയ്യിൽ ഒരു 15 പേരുടെ പകുതി ജീവനുണ്ട്. ആ 15 പേർക്ക് ജീവൻ നൽകിപ്പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സായുജ്യപ്പെടുകയുള്ളൂ, ഫുൾനെസ്സിലേക്ക് വരികയുള്ളൂ. എല്ലാവരും അതേ ഒരു സാറ് നല്ല മനുഷ്യൻ അവിടെ ഇരുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മുഴുവൻ ആളുകളുടെ ഒരൊറ്റ ആളുകൾ എക്സംപ്റ്റഡ് അല്ല. അത് ബിഷപ്പന്മാർക്ക് കൂടുതലായിരിക്കും, അച്ഛന്മാർക്ക് അതിൽ കുറച്ചായിരിക്കും, നിങ്ങൾക്ക് അതിൽ കുറച്ചായിരിക്കും. ഒരുപാട് ആളുകളുടെ പകുതി ജീവൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നെന്തിനാണ് കൺവെൻഷനിൽ വന്നത്? പകുതി ജീവൻ എൻ്റെ കയ്യിലുണ്ട്. 10 പേരുടെ 5 പേരുടെ ഒരാളിൻ്റെയെങ്കിലും ആ ജീവനെ നൽകി പകുതി ജീവൻ കൊണ്ട് ജീവിക്കുന്നവനെ ജീവനെ പൂർണ്ണമാക്കുന്നതിനാണ് 131ാമത് മാരാവൺ കൺവെൻഷനിൽ നമ്മളിപ്പോൾ സംബന്ധിക്കുന്നത്. ജീവനെ ഹനിക്കുന്ന ലോകം, ഉള്ള ജീവനെ പകുതിയാക്കുന്ന ലോകം. അങ്ങനെ പകുതിയാക്കുന്ന ലോകത്തിൽ നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പകുതി ജീവൻ എന്നുള്ളത് ഇല്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ
സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ശമരിയക്കാരൻ അവൻ്റെ ഹാവിങ് മാത്രമല്ല, അവൻ്റെ ബീയിങ്ങും അവൻ പങ്കിടുകയാണ്. മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ ഈ പുരോഹിതനും ഈ കൊള്ളക്കാരനും ലേവിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. അവർ ദേ വെയർ അദറിങ്, മറ്റുള്ളവരെ അകറ്റുകയായിരുന്നു. ദിസ് ഫെലോ ഈസ് ബ്രദറിങ്, അവൻ സഹോദരനാക്കുകയായിരുന്നു. എല്ലാവർക്കും സാധിക്കും, എല്ലാവർക്കും സാധിക്കണം. ദി നോട്ട് ടു അതർ ബട്ട് മേക്ക് ദി ബ്രദർ. ബ്രദറിങ് ഈ സ്പിരിച്വാലിറ്റി, നത്തിങ് എൽസ്, നത്തിങ് എൽസ്. ബ്രദറിങ് ഈ സ്പിരിച്വാലിറ്റി. നമ്മൾ പലരും ബ്രദറിനെയും അതറാക്കുന്ന ലോകമാണ്, അവൻ്റെ ജീവനെ എടുക്കുന്ന ലോകമാണ്, ഊറ്റി കുടിക്കുന്ന ലോകമാണ്. ഇവിടെ നിറച്ച് ചുരത്തി നൽകി ജീവനെ നൽകുന്ന ഈ ആത്മീയതയല്ലാതെ പിന്നെ എന്ത് ആത്മീയതയാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്? കാപട്യത്തിൻ്റെ ആത്മാകതയാണോ? എല്ലാ ഹാവിങ്ങും സ്വീകരിക്കുന്നതാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് അതറിങ് ബട്ട് ഇറ്റ് ഈസ് വിതറിങ്, ബ്രദറിങ്. ആൻഡ് ഇൻ ബ്രദറിങ് ദർ ഈസ് ഫെദറിങ്. നല്ല സ്നേഹമുണ്ടെങ്കിൽ ഈ കിളികളുടെ ഈ ഫെദർ തൂവലുകൾ അടുക്കുന്നത് പോലെയുള്ള ദി അതർ, മുമ്പേ ഞാൻ പറഞ്ഞത്, ഈസ് വിതറിങ് ലീഡ്സ് ടു ഡെത്ത്. ഇവിടെ നമ്മൾ പറയുന്നത് ദിസ് ഈസ് ഫെദറിങ്. സോ അതറിങ് അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു എക്സ്ക്ലൂഷൻ. എല്ലാവരെയും അകറ്റുക, ഞാനും എൻ്റെ കാര്യവും ഞാനും എനിക്കിഷ്ടമുള്ളതും എന്നുള്ള ലോകത്തിൽ നിന്ന്. ബ്രദറിങ് ആൻഡ് ഫെദറിങ് ലീഡ്സ് ടു ഇൻക്ലൂഷൻ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അന്യനില്ലാത്ത, അപരനില്ലാത്ത, അടുത്ത് നിൽക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് ലെവിനാസിൻ്റെ അതിസുന്ദരമായ വാക്കുകളിലൊന്ന് അതാണല്ലോ. ദി അതർ ഈസ് നോട്ട് അനദർ, ദി അതർ ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് മൈ ഓൺ ബീയിങ്. ഞാൻ തന്നെയാണ് നീ, ഞാൻ തന്നെയാണ് നീ, ഞാൻ തന്നെയാണ് നീ എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. കാരണം നീയും ഞാനും ഒന്നാണ്. ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ച അനുഗ്രഹീത വാക്കതല്ലേ തത്വമസി. നീ ഞാനാണ്, നീ ഞാനാണ്. നീ വേറെയാണെന്നുള്ളപ്പോഴാണ് മത്സരം, കോമ്പറ്റീഷൻ. നീ ഞാൻ തന്നെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോമ്പറ്റീഷൻ? സോ ദ ഓൺലി വേ ടു അലീവിയേറ്റ് ഓൾ ദീസ് കോമ്പറ്റീഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ് ഇൻ ദിസ് വേൾഡ് ഈസ് ലേൺ ദി ആർട്ട് ഓഫ് ബ്രദറിങ് ആൻഡ് ഫെദറിങ് ആൻഡ് ഇൻക്ലൂഡ് എവരിബഡി. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രദ്ധിച്ചെങ്കിൽ അല്പം ശ്രദ്ധിക്കുക. ഈ ശമരിയക്കാരൻ ഈ വഴിയിൽ കിടക്കുന്നതായ തൻ്റെ ജന്മശത്രുവായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഇവർക്ക് അങ്ങോട്ടില്ലെങ്കിലും യഹൂദൻ്റെ ജന്മശത്രുവായ ഈ ശമരിയക്കാരൻ ഈ മനുഷ്യന് ഇതെല്ലാം വെച്ച് കിട്ടി എടുത്ത് തൻ്റെ ഏതായാലും അയാളുടെ കഴുതപ്പുറത്ത് കയറ്റണമെങ്കിൽ നെഞ്ചോടെ ചേർക്കണം. ഈ മുറിഞ്ഞവൻ്റെ നെഞ്ചും ഈ ശമരിയക്കാരൻ്റെ നെഞ്ചും ഒരുമിച്ചു. മൈ ബോഡി ഈസ് ഫോർ യു ടു. എൻ്റെ ഈ ശരീരം നിനക്കൂടുള്ളതാണ്. നിൻ്റെ മുറിവിനെ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ആ മുറിവുണക്കും. ഇതിനാണ് കുർബാന എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു. ഇതെൻ്റെതാണ്, ഇത് നിന്നെ രക്ഷിക്കാൻ ഞാൻ മുറിക്കും. സ്നേഹിതരെ, ആരാ ഈ ശമരിയക്കാരൻ? വഴി പാളയത്തിന് വെളിയിലുള്ള, അർത്ഥമില്ലാത്ത, യഹൂദൻ തിരിഞ്ഞു നോക്കാത്ത, കണ്ടാൽ പരിഹസിക്കുന്നതായ ഒരു അന്യൻ, ഒരു അന്യ സംസ്ഥാന തൊഴിലാളി. അവൻ്റെ ശരീരവും രക്തവും കേരളത്തിലെ ഒരാളിൻ്റെ ജീവനെ രക്ഷിക്കാൻ അവൻ്റെ കിഡ്നി നമുക്ക് കിട്ടിയാൽ നമുക്കെന്ത് പ്രശ്നം? അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ബംഗാറിയുടെ രക്തം നമുക്ക് വേണ്ടി വന്നാൽ ഒരു പ്രശ്നവുമില്ല. അല്ലാത്തപ്പോൾ അവൻ അന്യ സംസ്ഥാനക്കാരനാണ്, അപരനാണ്, ശത്രുവാണ്, മോഷ്ടിക്കാൻ വന്നവനാണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളുടെ ശരീരങ്ങളെല്ലാം ആർക്ക് വേണ്ടിയൊക്കെ കുർബാനയാകണം. കുർബാനയാകുക എന്ന് പറഞ്ഞാൽ കുർബാന കൊള്ളുക എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ജീസസ് നെവർ സെഡ് ഇങ്ങനെ കൊള്ളാൻ. യേശു പറഞ്ഞു ഡൂ ദീസ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ കുർബാനയാകുന്നതാണ് നമ്മുടെ രക്ഷയുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ രക്ഷയുടെ അനുഭവം. അതുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ചതാണെങ്കിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. അതോരോ ക്ഷേത്രത്തെ ആണ് കാണുന്നത്.
ഞാനൊരു ഭിക്ഷക്കാരനെ കാണുമ്പോൾ ഒന്നും പറയാൻ എനിക്ക് അനുവാദമില്ല. ഇന്ന് തന്നെ ഒരു ഭിക്ഷക്കാരനോട് ഞാൻ ഇപ്പം പിന്നെ എന്നൊക്കെ പ്രസംഗിക്കാൻ പോകണമെന്നൊന്നും പറഞ്ഞില്ല. പോകണം. ക്ഷേത്രത്തെ കാണുന്നതാണ്. മുമ്പേ ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, പല ആയിരങ്ങളിലൊന്ന് പറഞ്ഞല്ലോ. ഈ സ്നേഹം നടിച്ച് എനിക്ക് എൻ്റെ ശരീരം മതിയായി എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് മുഞ്ഞ വീണതുപോലെയും മുഖം മാറിപ്പോയ ആ കുട്ടി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ക്ഷേത്രത്തെ സ്പർശിക്കുന്നു. അത് വിശുദ്ധിയെ സ്പർശിക്കുകയാണ്. ഓരോ കുർബാനയിലും നമ്മൾ രക്ഷകനായ യേശുവിനെ കാണുന്നു, അനുഭവിക്കുന്നു. ഇനിയത്തെ ഒരു വാക്ക് പറഞ്ഞാണ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. യേശുവിൻ്റെ കണ്ണിലൂടെ മാത്രം ലോകത്തെ കാണണം. ഇനി നമ്മൾ ലോകത്തിൻ്റെ കണ്ണിലൂടെ ഓരോരോ ഭൗതിക കാര്യങ്ങൾ കാണുന്നത് മതിയാക്കണം. യേശുവിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ യേശു എന്ത് കണ്ടു അത് കാണും. യേശു കണ്ടു, അന്ത്യന്യായവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. രോഗിയെ കണ്ടു, ദുഃഖിക്കുന്നവനെ കണ്ടു, വസ്ത്രമില്ലാത്തവനെ കണ്ടു, ജയിലിൽ കിടക്കുന്നവനെ കണ്ടു. വി വിൽ ഗെറ്റ് എ ന്യൂ വിഷൻ ആൻഡ് എ ന്യൂ പെർസ്പെക്റ്റീവ്. യേശുവിന് കണ്ടതുപോലെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിലൊരു വെല്ലുവിളി അവതരിപ്പിക്കാനായിട്ട്. അത് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ, മാർത്തമക്കാരെല്ലാം കൂടെ എന്ന് പറയേണ്ട, ഇവിടെ ഇത്രയും ഇരിക്കുന്ന ആളുകൾ, ഓൺലൈനിലൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ, നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. നിങ്ങളോട് പറയണമെന്ന് ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറയുന്നു. ഓരോ മാർത്തമക്കാരനും ഓരോ സുവിശേഷം എന്നുള്ളത് നിലനിർത്തിക്കൊള്ളുക. ഓരോ മാർത്തമക്കാരനും ഓരോ നല്ല ശമരിയക്കാരനായി മാറണം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഓരോ മാർത്തമക്കാരിയും ഒരു നല്ല ശമരിയക്കാരിയായിട്ട് തീരണം. തീരാമെന്നിരിക്കെ തീരാത്തതാണ് തീരാത്ത പാപം. നമുക്കാകുന്ന കാര്യം ആകാമെന്നിരിക്കെ ആയിത്തീരാത്തത് ദൈവത്തോടെ കാണിക്കുന്ന ക്രൂരതയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരട്ടെ. സുഭാഷ് ചന്ദ്രൻ എഴുതി മാതൃഭൂമിയിൽ വന്ന ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. വാതിൽ എന്ന കോളം എഴുതുന്നയാളാണ് സാഹിത്യകാരനോടിയായ സുഭാഷ് ചന്ദ്രബോസ്. 2025 ഓഗസ്റ്റ് മാസത്തിലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കാര്യമാണ്. അത് കുട്ടികൾക്കുള്ള ഒരു ഉപന്യാസ മത്സരത്തെക്കുറിച്ചാണ്. വിഷയം വലുതാകുമ്പോൾ എന്തായിത്തീരണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ജൂറി ലാറ്റിൻ അമേരിക്കയുടെ നോബൽ പ്രൈസ് വിന്നറായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ആണ്. നോബൽ പ്രൈസ് വിന്നർ അദ്ദേഹമാണ് വിധി നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ ചീഫ്. അദ്ദേഹം പ്രസ്താവിച്ചു, ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുത്തത് 8 വയസ്സുകാരി എഴുതിയ ഒരു ലേഖനമാണ്. ആരാണ് പറയുന്നത്? നോബൽ പ്രൈസ് വിന്നർ. 2 സെൻറ്റൻസ്, അതാണ് പ്രൈസ് വിന്നർ. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, 8 വയസ്സുകാരി എഴുതുകയാണ്. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറാകണം എനിക്ക്. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറാകണം. ഇതിനെക്കുറിച്ച് ഗബ്രിയേൽ ഗാർസിയ എഴുതി. ഈ വാചകം, ആദ്യത്തെ വാചകം ഏത് കുട്ടിക്കും എഴുതാം, ഒരാഗ്രഹമല്ലേ, എനിബഡി ക്യാൻ. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് എമ്പതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും പരമകാഷ്ഠയാണ്. അവിടുത്തെ ന്യൂയോർക്കിലെ ഏറ്റവും തിരക്കേറിയ ഹോസ്പിറ്റലിലെ മിടുക്കിയായി ഡോക്ടർ ആയിത്തീരുമ്പോൾ അവർ പറയാണ്, അവിടുത്തെ മരണാസക്തരായ എല്ലാ രോഗികളെയും ചികിത്സിക്കാനും അവരോടൊപ്പം മരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. അവിടുത്തെ മരണാസക്തരായ എല്ലാ രോഗികളെയും ചികിത്സിക്കാനും അവരോടൊപ്പം മരിക്കേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പിണങ്ങാതിരിക്കുക. കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മൾ അഡ്മിഷൻ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറയാൻ ഇന്ന് സാഹചര്യങ്ങൾ എത്രയുണ്ട് എനിക്കറിയാൻ പാടില്ല. എങ്കിലും നമുക്ക് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളോട്
സത്യമായി എനിക്ക് അങ്ങോട്ട് കാണുന്നില്ല, നിങ്ങളോടാണ് ചോദിക്കുക. നിങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഈ പറഞ്ഞ 4 കൂട്ടം ആളുകൾ, ഈ കൊള്ളക്കാരൻ, ഈ പുരോഹിതൻ, ഈ ലേവ്യൻ, ഈ നല്ല ശമരിയക്കാരൻ, ഇതിൽ ഏത് കാറ്റഗറിയിൽ വളർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേൾക്കാം, ഇവിടെ ഇരിക്കുന്നവർ എന്തോ ആഗ്രഹിക്കുന്നത്? കേൾക്കാം, ഇവിടെ ഈ 4 കൂട്ടത്തിൽ ആരെ ആക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും പറയും നല്ല ശമരിയക്കാരൻ, അങ്ങനെയാകണം. അതിനല്ലേ പറയുള്ളൂ. പറയൂ. നിങ്ങളോടൊരു ചോദ്യം കൂടി. നമ്മൾ സങ്കല്പിച്ച സ്വപ്നങ്ങൾക്ക്, അത് ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, എന്തും ആയിക്കൊള്ളട്ടെ, നല്ല അധ്യാപകനാകാം, സാഹിത്യകാരനാകാം, അതിന് ആനുപാതികമായി നിങ്ങൾ ചെലവഴിക്കുന്ന പണവും ട്രെയിനിങ്ങും നമ്മുടെ കോച്ചിങ് ക്ലാസ്സിന് ആനുപാതികമായി ഒരു നല്ല ശമരിയക്കാരനാകാൻ ആനുപാതികമായ ഒരു കോച്ചിങ്ങോ പഠിപ്പിക്കലോ അതിനുള്ള ഒരു മാർഗങ്ങളോ നമ്മൾ സ്വീകരിക്കുമോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഇതിന് മിണ്ടിയാൽ എൻ്റെ മിണ്ടൽ നിർത്തും. സാധിക്കുമോ? നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചു വെക്കുള്ളൂ. കാപട്യമല്ലേ? മാരാവൺ സ്റ്റേജിൽ നിന്ന് പറയാൻ പാടില്ലായിരിക്കും. കാപട്യമല്ലേ? Do you really mean to say that we want to see that our children is growing like the Good Samaritan? ഇത് നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഭാര്യയും ഭർത്താക്കന്മാരും ആലോചിച്ചോണം. നമുക്ക് ലളിതമായി പോകരുത്, നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. അങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സായി നമ്മുടെ മക്കൾ വന്നില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ പ്രയാസപ്പെടും. കാരണം അവർ ചിൽഡ്രൻ ആർ ഗോഡ്സ് പ്രോപ്പർട്ടി. നെവർ ട്രൈ ടു പ്രൈവറ്റൈസ് ഗോഡ്സ് പ്രോപ്പർട്ടി ആൻഡ് മേക്ക് അവർ പൊസഷൻ. ഇൻ ദ സിൻ ഓഫ് പൊസസിങ് ഗോഡ്സ് പ്രോപ്പർട്ടി as our property is not a joke. We have to be. അപ്പോൾ ആ രീതിയിൽ ഈ ന്യൂയോർക്കിലെ കുട്ടി പറഞ്ഞതുപോലെ ആ തിരക്കുള്ള ആശുപത്രിയിലെ മരണാസക്തരായിട്ടുള്ള ആളുകളോടുകൂടി വേണ്ടി വന്നാൽ എൻ്റെ ജീവനെ കൊടുത്ത് ഞാൻ നല്ല ശമരിയക്കാരെയാകും എന്ന് പറഞ്ഞ ആ കുട്ടി നമുക്കൊരു വെല്ലുവിളിയാകട്ടെ. ഞാൻ ഗായ സംഘത്തോട് ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സമർപ്പണമാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി സമർപ്പിക്കുന്നു. നമുക്ക് ശാന്തമായ യഥാർത്ഥ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടിൻ്റെ വരികൾ നമ്മുടെ ഉള്ളിലോട്ട് ഒന്ന് ഒഴുകാൻ അനുവദിക്കുക. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ, there is no other way, the way of the cross, നീ പോയ വഴിയെ പോവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി സമർപ്പിക്കുന്നു. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടെ യേശുവേ